ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലായും ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബേക്കറിയിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ രുചിയിൽ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേക്ക് നമുക്ക് ഓവനിൽ വെച്ച് വേവിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. പ്ലം കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, മുറിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ ഈന്തപ്പഴം ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് അളവിൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. 2 കളറിലുള്ള മുന്തിരി ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറുത്ത കളറിലുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വിളയിച്ചെടുത്തത് 2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചുമന്ന കളറിലായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പച്ച കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കാം. ഓറഞ്ചും മഞ്ഞയും കലർന്നിട്ടുള്ളതും ഇട്ട് കൊടുക്കാം. ബദാം നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസിനകത്ത് ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒഴിച്ച് കൊടുക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുകി വരുന്നത് കാണാം. സൈഡിലൊക്കെ ആയിട്ട് കളറ് മാറി വരുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് നിന്നും മാറാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഉരുകി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് അധികം മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലം കേക്കിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഈ കാരമല് കറക്റ്റ് കളറിലായി വന്നിട്ടുണ്ട്. അധികം ഡാർക്ക് കളറുമല്ല ലൈറ്റ് കളറുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു കളറിലാണ്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. അടിയിൽ കട്ട പിടിച്ചിരിക്കുന്നത് കാണാം. അത് തീ കത്തുന്ന ചൂട് കൊണ്ട് തന്നെ ഉരുകി കിട്ടും. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 5-6 ഏലക്കായ, 2 പീസ് പട്ട, പിന്നെ ജാതിക്കയുടെ ഉള്ളിലുള്ള കുരുവില്ലേ, അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു പീസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പിൻ്റെ പകുതിയിലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അങ്ങനെ. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇതിലൊഴിച്ചിരിക്കുന്ന പാലും ഓയിലും പിന്നെ വാനില എസൻസും കൂടി നന്നായിട്ട് തന്നെ മിക്സായി വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അരിപ്പ വെക്കാം. അരിപ്പ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദമാവ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം.
നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് തന്നെ മൈദയിൽ മിക്സായിട്ട് വരണം. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് അടിയിലായിട്ട് ചെറിയ കട്ടകളൊക്കെ കാണാം. അത് സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ താഴെ വീഴുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തത് കൊണ്ട് പുറത്ത് കളയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തണുത്തിരിക്കുന്ന കാരമലൈസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. സ്പൂണ് കൊണ്ട് നമ്മൾ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ജാതിക്കയും പട്ടയും ഏലക്കായും ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണല്ലോ മിക്സാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട, ഫ്രൂട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു കേക്ക് ടിൻ എടുത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു. അതിനുശേഷം സൈഡിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. കേക്കിനുള്ള ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും ചെറീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു തട്ട് വെക്കുന്നുണ്ട്. തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. തീ കത്തിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും. കേക്ക് വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു സ്റ്റിക്ക് കൊണ്ട് മെല്ലെ ഒന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാകും. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കാം. തണുക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലായിട്ടുള്ള ബട്ടർ പേപ്പറെല്ലാം എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കേക്കിൻ്റെ അടിയിലായിട്ട് വെച്ചിരുന്ന ബട്ടർ പേപ്പറും പതുക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.